മോദിജിയുടെ അതേ മാതൃകയാണ് എൻ്റെ മുന്നിലുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല, പ്രധാന സേവകനാണ്. ഞാനും അത് തന്നെ ആവർത്തിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന PB ഗോപകുമാറിനെ രൂപീകരിക്കുന്നതിൽ സംഘം പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടുവന്നത് അവരാണ്, എന്നെ ഇന്നാക്കിയത്. സംഘടനാപരമായിട്ടായാലും എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ പോലും അത്തരം ശ്രദ്ധ പ്രചാരകന്മാർക്കുണ്ട്. ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾ ഈ രണ്ട് മുന്നണിയും മാറി മാറി വോട്ട് ചെയ്തു, ഞങ്ങളുടെ ഒരു ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റവും വന്നില്ല, ഇനിയൊരവസരം നിങ്ങൾക്ക് നൽകുന്നു. ഇടതുമുന്നണിയുടെ മന്ത്രിമാരടക്കം വലിയ പരാജയം ഏറ്റുവാങ്ങി. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണ്. ലീഗ് തീരുമാനിക്കും മുഖ്യമന്ത്രി ആരാവും. അത്തരത്തിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. ചാത്തന്നൂര് മാറിയതുപോലെ കൊല്ലം മാറാൻ എത്ര സമയമെടുക്കുന്നു? അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളം ഭരിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് ഈ തെരഞ്ഞെടുപ്പ്. UDF ഒരു സംവിധാനമല്ല. കോൺഗ്രസിൻ്റെ അണികളിലും വലിയൊരു മനംമാറ്റത്തിന് ഈ 5 വർഷക്കാലം, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ 5 വർഷക്കാലം വരെ പോകുമോ. പിണറായി എതിർത്ത എല്ലാ വിമതരും എന്തുകൊണ്ട് ജനം ജയിപ്പിച്ചു, നമ്മളത് ചിന്തിക്കണം. ആരാണ് ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് എന്നപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി ആരാണ്? ഇപ്പോൾ CPMൻ്റെ നേതാക്കന്മാർ എങ്ങനെയായി മാറി? ജമ്മി കുടിയാൻ വ്യവസ്ഥയിൽ ജമ്മിമാരായിട്ട് മാറി. തൃശ്ശൂരിൽ ജയിച്ചതുപോലെ BJP വിജയിക്കുന്ന ലോക്സഭാ മണ്ഡലമായിട്ട് മാറും. അതിൻ്റെ ചൂണ്ടുപലകയാണ് ചാത്തന്നൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. യുവതലമുറ മോദിജി ഫാക്ടറാണ്. ആ മോദിജി ഫാക്ടർ കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്.